ജൂലൈ 24-നല്ല 23-ന് ജനനായകൻ റിലീസാകുന്നത് ഈ മാസം 23-നാണെന്ന് ഒടുവിൽ നിർമ്മാണ കമ്പനിയായ KVN പ്രൊഡക്ഷൻസ് ഔദ്യോഗികമായി പ്രഖ്യാപനം നടത്തിക്കഴിഞ്ഞു. എത്ര നാളത്തെ കാത്തിരിപ്പായിരുന്നു ഇനി ഏതാനും ദിവസങ്ങൾക്കകം സാക്ഷാത്കരിക്കാൻ പോകുന്നത്. കഴിഞ്ഞ ദിവസം ഒടുവിൽ സെൻസർ ബോർഡ് നിർദ്ദേശിച്ച കട്ടുകളോടെ ജനനായകന് സെൻസർ സർട്ടിഫിക്കറ്റ് ലഭിച്ച വാർത്ത ആവേശത്തോടെയാണ് വിജയ് ആരാധകർ ഏറ്റെടുത്തത്. A സർട്ടിഫിക്കറ്റാണ് ചിത്രത്തിന് ലഭിച്ചത്. രാഷ്ട്രീയ പരാമർശങ്ങൾ, മതപരമായ ചില പരാമർശങ്ങളൊക്കെയും വെട്ടിമാറ്റപ്പെട്ടിട്ടുണ്ട്. എങ്കിലും ദളപതി വിജയുടെ അവസാന ചിത്രം അതിന്റെ എല്ലാ പ്രൗഢിയോടും കൂടി തന്നെ തിയേറ്ററിലെത്തുമെന്നതാണ് വിശ്വാസം. ഈ വർഷം ആദ്യം ജനുവരി 9-നാണ് മുൻപ് ചിത്രം റിലീസാകുമെന്ന് പറഞ്ഞിരുന്നത്. ആ ഡേറ്റിന് മുൻപ് തന്നെ ഇറങ്ങിയ ട്രെയിലറായാലും പാട്ടുകളായാലും എല്ലാം വൻ ഹിറ്റായി കഴിഞ്ഞതാണ്. H. വിനോദിന്റെ സംവിധാനത്തിലെത്തുന്ന ചിത്രം നീണ്ട 6 മാസത്തെ നിയമ പോരാട്ടങ്ങൾക്കൊടുവിലാണ് തിയേറ്ററിലേക്ക് എത്തുന്നത്. വെങ്കട് K. നാരായണയാണ് KVN പ്രൊഡക്ഷൻസിന്റെ പേരിൽ ജനനായകൻ നിർമ്മിക്കുന്നത്. വിജയോടൊപ്പം മമിത ബൈജു, പൂജ ഹെഗ്ഡെ, പ്രകാശ് രാജ്, ബോബി ഡിയോൾ, ഗൗതം വാസുദേവ് മേനോൻ, പ്രിയാമണി, നരേൻ തുടങ്ങിയവരാണ് ചിത്രത്തിൽ അഭിനയിച്ചിരിക്കുന്നത്. ഒഫീഷ്യലി പറയുന്നില്ല എങ്കിലും അനിൽ രവിപുടി സംവിധാനം ചെയ്ത തെലുങ്ക് ചിത്രം ബാലയ്യ നായകനായ ഭഗവൻ കേസരിയുടെ റീമേക്കാണ് ജനനായകനെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. എന്നിരുന്നാലും ചില മാറ്റങ്ങളോടെയാണ് H. വിനോദ് ജനനായകൻ നമുക്ക് മുന്നിലേക്ക് എത്തിക്കുന്നത്. വിജയുടെ പ്രിയപ്പെട്ട 3 സംവിധായകരായ ബോയ്സ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ലോകേഷ് കനകരാജ്, അറ്റ്ലി, നെൽസൺ എന്നിവർ ജനനായകനിലെ ഒരു ഗാനരംഗത്തുണ്ടാകും എന്നൊരു അപ്ഡേറ്റും പറഞ്ഞു കേൾക്കുന്നുണ്ട്. കടുത്ത വിജയ് ആരാധകർ ഇപ്പോഴും അക്സെപ്റ്റ് ചെയ്യാത്ത കാര്യമാണ് വിജയ് സിനിമ പൂർണ്ണമായും വിട്ടാണ് രാഷ്ട്രീയത്തിലേക്ക് ചുവടുമാറ്റം നടത്തിയത് എന്നത്. അവരുടെ ദളപതിയുടെ അവസാന സിനിമ എന്നത് ഇമോഷണലി കൂടി ഫാൻസിനെ ഉൾപ്പെടെ ബാധിക്കുന്നുണ്ട് എന്നതിനാൽ ഇതെപ്പോഴത്തെയും പോലൊരു വിജയുടെ വരവ് ആയിരിക്കില്ല. ഇലക്ഷന് മുന്നേ വരേണ്ട സിനിമ ഇപ്പോൾ ഒന്നുകൂടി മാസായി മുഖ്യമന്ത്രി വിജയുടെ സിനിമയായി എത്തുന്നു. സെൻസർ സർട്ടിഫിക്കറ്റ് വന്നതു മുതൽ ജൂലൈ 24 എന്നത് വളരെ ശക്തമായി തന്നെ പറഞ്ഞു കേട്ടിരുന്ന ഡേറ്റ് ആയിരുന്നു. സോഷ്യൽ മീഡിയയിലും ന്യൂസിലും ഉൾപ്പെടെ ഈ ഡേറ്റാണ് പറഞ്ഞു കേട്ടിരുന്നത്. എന്നാൽ 6 മാസത്തിനു മേലെ വൈകിയ സിനിമ കാര്യങ്ങളെല്ലാം ക്ലിയർ ആയ സ്ഥിതിക്ക് 24 എന്നുള്ളത് ഒരു ദിവസം നേരത്തെ എത്തി ജൂലൈ 23 ആകട്ടെ എന്ന് ജനനായകൻ ടീമും കരുതി കാണണം. എന്തായാലും ഇനി അണ്ണന്റെ മാസ് എൻട്രി തിയേറ്റർ ഇളക്കി മറിക്കുന്നത് നമുക്ക് കാണാം. ഒട്ടും വൈകാതെ തന്നെ റിലീസിന് മുൻപ് അഡ്വാൻസ് ബുക്കിംഗ് ഒക്കെ ഇനി പൊടിക്കുന്ന ദിവസങ്ങളാണ് വരാനിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാ നിങ്ങളുടെ പ്ലാൻ? ജനനായകൻ കാണുമല്ലേ? കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കണേ.